ഇത്രയും അവാർഡ് നെടുമുടി ചേട്ടന് കിട്ടിയതാണ്. ഇത്രയും അവാർഡ്, ഒരുപാട് അവാർഡുകളുണ്ട്. ഇപ്പോൾ നിൽക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മളെ വേണിച്ചേട്ടൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഹായ്, അടിപൊളിയല്ലേ? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ മലയാള സിനിമയുടെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മളെ വിട്ടു മറഞ്ഞ നമ്മുടെ സ്വന്തം നെടുമുടി ചേട്ടൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലോട്ടാണ്. അദ്ദേഹം നമ്മൾ മരണപ്പെട്ടു പോയെങ്കിലും ഇന്നും അത് നമുക്ക് തീരാ ദുഃഖം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകണം, അദ്ദേഹത്തിൻ്റെ വീട് എവിടെയാണ് നിങ്ങളെ കാണിക്കണം എന്നതാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയാക്കാൻ പറ്റുള്ളൂ, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാവണം. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ്സും കൊണ്ട് അടിപൊളിയാക്കണമെന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നെടുമുടി ചേട്ടൻ്റെ വീട് നമുക്ക് വട്ടിയൂർക്കാവുന്ന കുണ്ടമൻ കടവിലോട്ട് പോകുന്ന വഴിക്കാണ്. കുണ്ടമൻ കടവ് എത്തുന്നതിന് 1/2 കിലോമീറ്റർ മുമ്പായിട്ടാണ് നമ്മുടെ സ്വന്തം നെടുമുടി ചേട്ടൻ്റെ വീട്. നമ്മളിപ്പോൾ അത് വീട് എത്താറായിരിക്കുകയാണ്. ഇടത് സൈഡിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. നല്ലൊരു വീടാണ്. ഈ കാണുന്ന മതിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മളെ വേണിച്ചേട്ടൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടിലാണ്. ഈ കുറേ കാണുന്നത് വേണിച്ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ആ ഗേറ്റാണ്. ഗേറ്റെന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഭാഗമാണ്. നമ്മളിപ്പോൾ വേണിച്ചേട്ടൻ്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഗേറ്റ് തുറന്ന് കിടപ്പുണ്ട്. ആരും അകത്തുള്ളത് പോലെ തോന്നി, അതാണ് അകത്തോട്ട് പോകുന്നത്. നമുക്ക് പിന്നെ വീട്ടിൻ്റെ വീഡിയോ എടുക്കണം. ആളുണ്ട്, നമുക്ക് ചോദിച്ച് നോക്കാം വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഭാഗ്യം, നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഭാഗ്യമുണ്ട്. നെടുമുടി ചേട്ടൻ്റെ ഇളയ മകൻ കണ്ണൻ ബ്രോ ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞൊരു കുഴപ്പമില്ല, വീഡിയോ എടുക്കാൻ പറഞ്ഞു. അടിപൊളിയാണ്. പിന്നെ ഈ വീട് കാണുമ്പോൾ നിങ്ങൾക്കറിയാം, 2021 അദ്ദേഹം മരണപ്പെട്ട് അവസാനം അദ്ദേഹത്തിൻ്റെ ശരീരം ദർശനത്തിന് വെച്ച സ്ഥലം ഈ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിൽക്കുന്ന വീടാണിത്. നമ്മുടെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ വന്ന് വളരെ വിഷമത്തോടെ നിന്ന് സംസാരിച്ച ഒരു സ്ഥലവും കൂടെയാണിത്. ലാലേട്ടനായാലും മമ്മൂക്കയായാലും മലയാള സിനിമയുടെ മിക്ക നടന്മാരും അന്ന് ഈ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. മക്കളെയും ഭാര്യയും ആശ്വസിപ്പിക്കാനും അദ്ദേഹത്തിന് അവസാനമായി ഒന്ന് കാണാനും വന്ന വീട് ഇതാണ്. അത് ഇവിടെ എത്തിയപ്പോൾ അത് ഓർക്കുന്നുണ്ട് ഞാൻ. നീ എനിക്ക് ഒരുപാട് ദൂരെ എവിടേക്കെങ്കിലും ഉള്ള ഒരു ട്രെയിൻ ടിക്കറ്റ് എടുത്തതാ. എനിക്ക് പോണം. ശവതാളത്തിലെത്തുന്നതിന് മുമ്പ് എനിക്ക് ഒരുപാട് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഒരു നഷ്ടം എന്നുള്ള വാക്കല്ല, അതിലും വേറെ എന്തോ ഒരു വാക്കാണ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. വീട്ടിൻ്റെ വീഡിയോ എടുക്കുന്നത് പോലെ തന്നെ വീട്ടിനകത്ത് അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളും എടുക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി. കണ്ണൻ ബ്രോ പറഞ്ഞ് അതും കൂടെ എടുക്കാൻ പറഞ്ഞു. അതിനുള്ള അനുമതിയും കൂടെ കിട്ടി. ഇതാണ് വേണിച്ചേട്ടൻ്റെ വീട്ടിനകം. ഹാള് മുതൽ അതുപോലെ തന്നെ വേറൊരു റൂമും കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഈ സമ്മാനങ്ങളും അവാർഡുകളും വെക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഒരുപാട് അവാർഡുകൾ മലയാള സിനിമയിൽ ലഭിച്ച അതുല്യ പ്രതിഭയാണ് നമ്മുടെ. വാക്കുകൾ കിട്ടുന്നില്ല കേട്ടോ. ഈ വീഡിയോ എടുക്കാനുള്ള ഒരു ഇതിൽ സ്പീഡായിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഈ അവാർഡുകൾ അദ്ദേഹത്തിന് 1982 നമ്മുടെ നാഷണൽ ഫിലിം അവാർഡ്, 2005 അതുപോലെ 91 2003 1994 കാലഘട്ടങ്ങളിൽ ബെസ്റ്റ് സപ്പോർട്ടിങ് ആർട്ടിസ്റ്റായിട്ടും ബെസ്റ്റ് ആക്ടറായിട്ടും ഒരുപാട് അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടി. അതുല്യ പ്രതിഭയാണ് നമ്മളെ വിട്ട് മറഞ്ഞത്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ടെൻഷനും കൂടെയാണ്. നമ്മൾ പ്രതീക്ഷിക്കാതെ കിട്ടിയതായതുകൊണ്ടാണ് ഈ ടെൻഷൻ. അതുപോലെ തന്നെ കണ്ണൻ ബ്രോ നമുക്ക് ഈ ആൽബം കാണിച്ചു തന്നു. പഴയ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുള്ള ഈ ആൽബം നമുക്ക് കാണിച്ചു തന്നു. അതൊക്കെ വളരെ സന്തോഷം.
നമുക്ക് പ്രതീക്ഷിക്കാതെ കിട്ടുന്ന ഒരു പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഭാഗ്യം കൂടെയാണിത്. എന്തായാലും നിങ്ങളെ ഇതൊക്കെ കാണിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. മലയൊന്നു തുടുത്തേ തുടുത്തേ തക തകത അങ്ങു കിഴക്കത്തെ ചെന്താമരക്കുളിരിന്റെ ഈറ്റില്ല തറയില് പേറ്റുനോവിൽ പേരാറ്റുറവ ഉരുകിയൊലിച്ചേ തക തകത. ചതിച്ചില്ലേ നീരാളി ചതിച്ചില്ലേ നീ ചതിച്ചേ തക തകത. മാനത്തുയർന്ന മനക്കൊട്ടയല്ലേ തകർന്നേ തക തകത. തകർന്നിടത്തൊരു തരിയില്ല പൊടിയില്ല